13 വയസ്സുള്ള സ്വന്തം സഹോദരനാൽ 16 വയസ്സുള്ള സഹോദരി ഗർഭിണിയാക്കപ്പെടുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് അങ്ങ് യു-പിയിലൊന്നല്ലാട്ടോ ഈ ഒരു സംഭവം നടന്നത്. ഈ കൊച്ചു കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ നടന്നിട്ടുള്ളത്. തീർച്ചയായും ഇത് മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. എൻ്റെ നാട്ടിലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പം പണ്ട് കാലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൂട്ടുകുടുംബാണല്ലേ. അന്ന് പ്രായമായവരും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാവരും ഒരേ മുറിയിലൊക്കെയാണ് കിടന്നുറങ്ങിയിരുന്നത്. അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്ത്രീക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധത്തിൻ്റെ പേരിൽ സ്ത്രീക്ക് മാത്രമല്ല കേട്ടോ, ഒരു സഹോദരനാലാണ് ഈ ഒരു സഹോദരി സെയിം സിറ്റുവേഷൻ തന്നെ, സെയിം കഥ തന്നെ. സഹോദരനാൽ സഹോദരി ഗർഭിണിയാക്കപ്പെടുകയും കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അങ്ങനെ ആ സ്ത്രീയുടെ ജീവിതം അവിടെ തീർന്നു എന്നുള്ളതാണ്. സഹോദരൻ വേറെ കല്യാണം കഴിച്ചു, കുട്ടിക്ക് സുഖമായി ജീവിച്ചു. ഈ സ്ത്രീ ആണെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കാനും പറ്റിയില്ല. അവരുടെ ജീവിതം അതോടുകൂടി തീർന്നു എന്നുള്ളതാണ്. ഇവർക്കുണ്ടായ ഈ കുഞ്ഞ് അച്ഛനില്ലാതെ സമൂഹത്തിൽ തല താഴ്ത്തിപ്പിടിച്ച് വളരേണ്ട ഒരു സാഹചര്യമാണ്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണല്ലേ. തീർച്ചയായും മാതാപിതാക്കൾ വളരെയധികം കരുതലോടുകൂടി മക്കളെ വളർത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ജന്മം തന്നെ അവസാനിക്കും. ഈ ചെറുപ്രായത്തിൽ പറ്റുന്ന തെറ്റുകളുണ്ടല്ലോ, അത് ജീവിതകാലം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പം ഇവിടെ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, തീർച്ചയായും കുട്ടികൾക്ക് ഗുഡ് ടച്ചിനെ പറ്റിയും ബാഡ് ടച്ചിനെ പറ്റിയും പറഞ്ഞു കൊടുക്കണം. പിന്നെ സഹോദരി സഹോദര ബന്ധം എന്താണ് എന്നുള്ളത്, ഇവർ തമ്മിൽ മാനസികമായൊരു ബന്ധമാണ് വേണ്ടത്, ശാരീരികപരമായൊരു ബന്ധമല്ല വേണ്ടത് എന്നുള്ളത് കൃത്യമായി മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. നമ്മളവർക്ക് ഭക്ഷണവും ഉടുക്കാനുള്ള സൗകര്യങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ ഒരുക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരോടൊപ്പം അല്പസമയം ചെലവഴിച്ച് ബന്ധങ്ങളുടെ മൂല്യം എന്താണെന്നും അവരവരുടെ ശരീരത്തെക്കുറിച്ചുമൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരിക്കലും തീരാത്ത തെറ്റുകൾ സംഭവിച്ചു പോകും. ഇതിപ്പോൾ ഈ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ തമാശയ്ക്ക് ചെയ്തതാണെന്നുള്ളത്. അപ്പോൾ ഈ കുട്ടികൾക്ക് അറിയുന്നില്ല എന്താണ് തമാശ, എന്താണ് കാര്യം എന്നുള്ളത്. അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാണ്. അപ്പോൾ കൃത്യമായ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഇവർക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, സ്വാഭാവികമായും കുട്ടികൾ മൊബൈൽ ഫോണിനോട് അഡിക്റ്റഡ് ആണ്. അവർ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള അശ്ലീല വീഡിയോസ് അവർക്ക് കാണാനുള്ള സാഹചര്യം ഏറെയാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് തീർച്ചയായും കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ ഇവിടെ ഈ 13ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ കൗമാര പ്രായക്കാരാണല്ലോ. ഇവർക്ക് സ്വാഭാവികമായും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇതൊക്കെ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇവരറിയാതെ തന്നെ ഇവരുടെ ഉള്ളിൽ ചില വികാരങ്ങൾ മുള പൊട്ടിപ്പോകും. അപ്പോൾ ഇവർക്കിതൊന്ന് ചെയ്ത് നോക്കാമെന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തെറ്റെന്താണ്, ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ഇവർക്ക് അറിയണില്ല. അങ്ങനെ ചെയ്ത് നോക്കി പറ്റിപ്പോയൊരു തെറ്റായിരിക്കാം. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു പ്ലഷർ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി വീണ്ടും വീണ്ടും ചെയ്ത് കാണും. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ കുട്ടികൾ റൂം അടച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഒരു പരിധിക്കും വിട്ട് ആൺകുട്ടികളോടായിട്ട് ഇടപെടാനായിട്ട് പെൺകുട്ടികളെ അനുവദിക്കാറില്ല. അതിപ്പോൾ സ്വന്തം സഹോദരനായിക്കോട്ടെ, അവിടേക്ക് ഒരു ലിമിറ്റ് വെക്കും. അപ്പോൾ അത്തരത്തിലൊരു ലിമിറ്റ് വെക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കും. വളർന്നു വരുന്ന ഓരോ കുഞ്ഞുമക്കൾക്കും അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം ഏറെയാണ്. പിന്നെ ഇന്നത്തെ കുട്ടികളുടെ വസ്ത്രധാരണ രീതി തീർച്ചയായും ശ്രദ്ധിക്കണം. വളരെയധികം ഇറുകിയ ഡ്രസ്സിട്ട് ഓടിച്ചാടി കളിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ചില അസുഖം തോന്നാറുണ്ട്. അങ്ങനെ അവർ കുട്ടികളെ ശാരീരികപരമായി ദുരുപയോഗം ചെയ്യാനുള്ള പ്രവണത ഏറെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. സ്വന്തം ശരീരഭാഗങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് അത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. സ്വന്തം സ്വകാര്യ ഭാഗങ്ങളിൽ ആരെങ്കിലും അനാവശ്യമായി തൊടുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി തന്നെ നോ പറയാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. ഇനി ഇതേക്കുറിച്ചൊന്നും
പറഞ്ഞു കൊടുക്കാത്ത കുട്ടികളാണെങ്കിൽ, ആരെങ്കിലും കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ കുട്ടികൾക്ക് അതിൽ നിന്നൊരു പ്ലഷർ കിട്ടുന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും വീണ്ടും ആരാണോ ദുരുപയോഗം ചെയ്യുന്നത് അവരുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു പ്രവണത കാണിക്കും. അങ്ങനെ കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ഈ കുട്ടികൾക്ക് തിരിച്ചറിയുക ഇത് ശരിയല്ല, ഇത് തെറ്റായിരുന്നു എന്നുള്ളത്. അങ്ങനെ സ്വന്തം ജീവിതം നശിച്ച് മാനസികമായ ഒരുപാട് ടെൻഷനുകളും പ്രഷറും ഒക്കെ ഈ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പം ആ സമയത്ത് ഒരുപാട് തെറ്റുകളിലൂടെയൊക്കെ കടന്നു പോയ സമയത്ത് ഒന്നും തിരുത്താതെ പിന്നീട് ഇത് തിരുത്താൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് മുറിവുകൾ ഈ കുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ തുടക്കത്തിലേ തന്നെ ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ തീർച്ചയായും ശ്രദ്ധിക്കുക. കുട്ടികൾ വാതിലടച്ചിട്ടിരിക്കുമ്പോൾ ഒരു പരിധിക്ക് മുകളിൽ ഇരിക്കുന്ന സമയത്ത് തീർച്ചയായും അവരുടെ മേത്ത് ഒരു കണ്ണ് വേണം. മൊബൈലിൽ എന്ത് കുട്ടികൾ കാണുന്നു എന്നുള്ളത് തീർച്ചയായും ശ്രദ്ധിക്കുക തന്നെ വേണം. അശ്ലീലപരമായ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യാൻ കുട്ടികളെ നിരന്തരമായി പറഞ്ഞ് മനസ്സിലാക്കണം. ഇതിൻ്റെ ഒന്നും സമയം ഇപ്പോഴല്ല എന്നുള്ള കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മോശമായ കാര്യങ്ങൾ, ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കും.